ഹായ് ഹലോ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് ബജാജ് ചേതക് EVൻ്റെ ചെറിയൊരു റിവ്യൂ ആട്ടോ. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മാസമായിട്ടോ. 2 മാസത്തിൽ പറഞ്ഞാൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിയത് പറഞ്ഞാൽ 1500 കിലോമീറ്റർ ആട്ടോ വണ്ടി ഓടിയത്. ഇപ്പോൾ നമ്മളെ വണ്ടി ഓടിയത് പറഞ്ഞാൽ ഇതാ 1503 കിലോമീറ്റർ ആട്ടോ വണ്ടി ഓടിയത്. 2 മാസത്തിനുള്ളിൽ 1503 കിലോമീറ്റർ ആട്ടോ നമ്മൾ ഓടിയത്. വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാട്ടോ വണ്ടി. വലിയ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമ്മളെ ഷോക്കിൻ്റെതും പിന്നെ സീറ്റ് കേട്ടോ. സീറ്റ് പറഞ്ഞാൽ നമ്മളെ കുറച്ച് ഹാർഡ് സീറ്റാണ്. പിന്നെ ഷോക്കിൻ്റെ പറയുന്നത് വലിയ ആക്ഷന് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളെ ആക്റ്റീവും മറ്റേ ആക്സസൊക്കെ കൂട്ടുന്ന ആ ഒരു ഇത് എന്താ പറയുക, ആക്ഷൻ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. സർവീസ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേരം നമുക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ചെറിയ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് അത് പോവുകയും ചെയ്യും കേട്ടോ. കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഈ ലൈറ്റ് ഉണ്ടല്ലേ, ഈ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ട് പോകും. ആ ലൈറ്റ് കത്തുന്ന പറഞ്ഞാൽ ഒരു 35 മേലോട്ട് വണ്ടി സ്പീഡ് കയറിയില്ല. അതേപോലെ തന്നെ നമ്മളെ ഹോണ് വർക്ക് ചെയ്യില്ല, ലൈറ്റും വർക്ക് ചെയ്യില്ല കേട്ടോ. അതാണ് ഇപ്പോൾ വന്ന കംപ്ലയിൻ്റ് ഉള്ളൂ. വേറെ ഒരു പണി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വേറെ നല്ല വണ്ടി ഓടിക്കാനാണെങ്കിൽ നല്ല സ്മൂത്താണ്. പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ നമ്മൾ ഈ വണ്ടി വെച്ചിട്ട് ഓടുന്നത് കേട്ടോ. പിന്നെ പാർട്ട് ടൈം ആയിട്ടാണ് നമ്മൾ വർക്കിന് ഇറങ്ങുന്നതും. പിന്നെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. 3.5 മണിക്കൂർ കൊണ്ട് ചാർജ് ഫുള്ളാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ വണ്ടീൻ്റെ മോഡൽ പറഞ്ഞാൽ 3501 എന്ന് പറഞ്ഞ മോഡലാട്ടോ. ചേതൊക്കെ എടുക്കാൻ കാരണം വെച്ചാൽ നമ്മളെ കമ്പനിക്കാരൊക്കെ ഈ മോഡൽ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഓടിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏതറും ഓടിച്ച്, പിന്നെ അതേപോലെ തന്നെ iQube ഓടിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ ഒന്നുകൂടി എനിക്ക് ഇഷ്ടം തോന്നിയ വണ്ടി പറഞ്ഞാൽ ചേതക്കാട്ടോ. വണ്ടി മേജറായിട്ട് ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സാധനമൊക്കെ മാറ്റണമെങ്കിൽ വണ്ടി കുറച്ച് ദിവസം സർവീസ് സെൻറ്ററിൽ എന്താ പറയുക കുടുങ്ങി കിടക്കൂട്ടോ. നമ്മളത് അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. വരാതെ ഇരിക്കട്ടെ. അതിൻ്റെ പറഞ്ഞാൽ ആ കംപ്ലയിൻ്റ് ഉള്ളൂ. മറ്റേ ആ വാർണിംഗ് ലൈറ്റ് വന്നിട്ട് എന്താ പറയുക 35 സ്പീഡിൻ്റെ മേലോട്ട് കയറുന്നില്ല. അതേപോലെ തന്നെ കയറ്റം തീരെ വലിയുന്നില്ല. ആ വാർണിംഗ് ലൈറ്റ് വന്നിട്ട് കേട്ടോ. ഹോണ് പിന്നെ ലൈറ്റ് ആ പ്രശ്നമുള്ളൂ കേട്ടോ. വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും വന്നിട്ടൊന്നുമില്ല കേട്ടോ. 3501 എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോഡലാട്ടോ എടുത്തത്. അപ്പോൾ എനിക്ക് വണ്ടി എടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ 1.53 വണ്ടീൻ്റെ റേറ്റ് വന്നത് കേട്ടോ. ഞാൻ ഓരോ മോഡൽ കുറയുന്നതനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. റേഞ്ചിന് വ്യത്യാസം വരുന്നുണ്ട്, പിന്നെ ചാർജറിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ചാർജർ പറഞ്ഞാൽ ഈ കാണുന്ന ചാർജറാട്ടോ. ഇതാണ് നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ കഴിയും. വേറെ മോഡലിൻ്റെ ചാർജർ പറഞ്ഞാൽ ഒരു ബോക്സ് ടൈപ്പാണ് കേട്ടോ. അത് അങ്ങനെ നമുക്ക് കൊണ്ടുനടക്കാനൊന്നും കഴിയില്ല കേട്ടോ. ഇലക്ട്രിക് വണ്ടി എടുത്താൽ ഓടി മുതലാക്കണോ. എൻ്റേത് പറഞ്ഞാൽ ടോട്ടൽ 5 കൊല്ലമാണ് വാറണ്ടി, ബാറ്ററി വാറണ്ടി വരുന്നത് കേട്ടോ. ആയിരുന്നു അത് 2 കൊല്ലം കൂടി കൂട്ടി വാറണ്ടി ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇതാ ഈ ലേഡീസ് ഫുഡ് ട്രസ്റ്റും അതേപോലെ തന്നെ സെൻട്രൽ സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ അഡീഷണൽ പൈസ കൊടുത്ത് ചെയ്തത് അത് 2 സംതിങ് അങ്ങനെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ മാറ്റും. ചേതക്കിൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ.